ഹലോ ചിൽഡ്രൻ, നമ്മളിന്ന് പഠിക്കാനായിട്ട് പോകുന്നത് ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു നെയിം റിയാക്ഷനാണ്. അതിൻ്റെ പേരാണ് കന്നിസാറോ റിയാക്ഷൻ. കന്നിസാറോ റിയാക്ഷൻ. സോ ഇത് പഠിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ ഒരു തെറ്റും കൂടാതെ ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു നെയിം റിയാക്ഷനാണ്. സോ നമുക്കതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽഡായിട്ട് തന്നെ പഠിക്കാം. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് കന്നിസാറോ റിയാക്ഷനെ കുറിച്ചിട്ടാണ്. കന്നിസാറോ റിയാക്ഷൻ കാണിക്കുന്നത് ആൽഡിഹൈഡ്സ് വിച്ച് ഡു നോട്ട് ഹാവ് ആൽഫ ഹൈഡ്രജൻ. അപ്പം ആൽഫ ഹൈഡ്രജൻ ഇല്ലാത്ത ആൽഡിഹൈഡ്സ് കാണിക്കുന്ന ഒരു റിയാക്ഷനാണ് എന്തെന്ന് പറയുന്നത് കന്നിസാറോ റിയാക്ഷൻ. അപ്പോൾ എന്താണ് ആൽഫ ഹൈഡ്രജൻ എന്ന് ഞാൻ സിമ്പിളായിട്ടൊന്ന് പറഞ്ഞുതരാം. ആൽഡിഹൈഡ്സ് എന്ന് വെച്ചാൽ നമുക്കറിയാം ഫങ്ഷണൽ ഗ്രൂപ്പ് എന്താണ്, CHO ആണ് ഫങ്ഷണൽ ഗ്രൂപ്പ്. അപ്പോൾ ഇതിൻ്റെ തൊട്ടടുത്ത് വരുന്ന കാർബൺ, അതിനെയാണ് നമ്മൾ ആൽഫ കാർബൺ എന്ന് പറയുന്നത്. സോ ഇതാണ് നമ്മുടെ ആൽഫ കാർബൺ. ഈ ആൽഫ കാർബണിനകത്ത് ഹൈഡ്രജൻ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ ആൽഫ ഹൈഡ്രജൻ എന്ന് പറയും. സോ ഇതാണ് നമ്മുടെ ആൽഫ കാർബൺ. ആൽഫ കാർബണിനകത്തുള്ള ഹൈഡ്രജനെയാണ് നമ്മൾ ആൽഫ ഹൈഡ്രജൻ എന്ന് പറയുന്നത്. അപ്പം ആൽഡിഹൈഡ് ഗ്രൂപ്പിൻ്റെ തൊട്ടടുത്തുള്ള പൊസിഷനിലെ കാർബണിൽ ആൽഫ ഹൈഡ്രജൻ ഉണ്ടെങ്കിൽ നമ്മുടെ കന്നിസാറോ റിയാക്ഷൻ നമുക്ക് തരില്ല. അപ്പോൾ ഇവിടെ നോ കന്നിസാറോ റിയാക്ഷൻ. അപ്പോൾ കന്നിസാറോ റിയാക്ഷൻ കാണിക്കുന്നത് ആൽഡിഹൈഡ് വിച്ച് ഡു നോട്ട് ഹാവ് ആൽഫ ഹൈഡ്രജൻ. അപ്പോൾ ഒരു ഉദാഹരണം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബെൻസ് ആൽഡിഹൈഡ്. അപ്പോൾ ബെൻസ് ആൽഡിഹൈഡിനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ CHO ആണ്. ഓക്കെ, സോ ഇതിൻ്റെ തൊട്ടടുത്തുള്ള പൊസിഷൻ ഈ ആൽഫ കാർബണിനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ആ ആൽഫ കാർബണിൽ ഹൈഡ്രജൻ ഇല്ല. അപ്പോൾ അതുകൊണ്ട് നമുക്കിത് കന്നിസാറോ റിയാക്ഷൻ ഇത് എന്ത് ചെയ്യും, കാണിക്കും. അതാണ് തന്നെ മറ്റൊരു ഉദാഹരണം നോക്കാം. HCHO ഫോർമാൽഡിഹൈഡ്. അപ്പോൾ ഫോർമാൽഡിഹൈഡ് നോക്കുമ്പോഴത്തേക്ക് ഇവിടെ ആൽഫ കാർബണേ ഇല്ല. അപ്പോൾ ആൽഫ കാർബൺ ഇല്ലാത്തതുകൊണ്ട് ആൽഫ ഹൈഡ്രജൻ്റെ കാര്യം നോക്കേണ്ട ആവശ്യമില്ല. ഈ ഹൈഡ്രജൻ ആൽഫ ഹൈഡ്രജൻ അല്ല. ആൽഫ ഹൈഡ്രജൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ തൊട്ടടുത്തുള്ള കാർബണിൽ കണക്ട് ചെയ്തിരിക്കുന്ന ഹൈഡ്രജനാണ് നമ്മൾ ആൽഫ ഹൈഡ്രജൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇത് ആൽഫ ഹൈഡ്രജൻ അല്ല, ഇത് ഈ കാർബണിൽ തന്നെ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഹൈഡ്രജനാണ്. അപ്പം ഇതും എന്ത് തരും, കന്നിസാറോ റിയാക്ഷൻ തരും. ജനറലായിട്ട് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ RCR RCHO. അപ്പം ഈ ഒരു നമ്മുടെ ആൽഡിഹൈഡ് ഗ്രൂപ്പിൻ്റെ തൊട്ടടുത്തുള്ള കാർബണിൽ ഇവിടെയും എന്തില്ല, ഹൈഡ്രജൻ ഇല്ല. അപ്പം ഇത് നമുക്ക് എന്ത് തരും, കന്നിസാറോ റിയാക്ഷൻ തരും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈതൈൽ മീതൈൽ പോലെയുള്ള ഗ്രൂപ്പുകളാണ്. അപ്പം എന്ന് വെച്ചാൽ ആൽക്കൈൽ ഗ്രൂപ്പ്സ് ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് കന്നിസാറോ റിയാക്ഷനെ കുറിച്ചിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. അപ്പോൾ എന്തായിരുന്നു കന്നിസാറോ റിയാക്ഷൻ എന്ന് പറയുന്നത്? ആൽഡിഹൈഡ്സ് വിച്ച് ഡു നോട്ട് ഹാവ് ആൽഫ ഹൈഡ്രജൻ. ഓക്കെ, സോ ഇവരെ നമ്മൾ ചെയ്യുന്നത് ഒരു കോൺസെൻട്രേറ്റഡ് ബേസ് എന്ന് വെച്ചാൽ നോർമലി നമ്മൾ 50% NaOH അല്ലെങ്കിൽ 50% KOH ഒക്കെ എടുക്കുമ്പോൾ ഈ ആൽഡിഹൈഡിന് ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ സംഭവിക്കും. ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ നമുക്കറിയാം. അതേ സെയിം റിയാക്റ്റൻറ്റിന് തന്നെ ഓക്സിഡേഷനും റിഡക്ഷനും നടക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഡിസ്പ്രപ്പോർഷനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആൽഡിഹൈഡ് ഡിസ്പ്രപ്പോർഷനേഷൻ നടന്നിട്ട് നമുക്കൊരു ഓക്സിഡൈസ്ഡ് പ്രോഡക്റ്റും കിട്ടും, പ്ലസ് അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു റെഡ്യൂസ്ഡ് പ്രോഡക്റ്റും കിട്ടും. അപ്പോൾ ഇവിടെ ഓക്സിഡൈസ്ഡ് പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ ആൽഡിഹൈഡിന് ഓക്സിഡേഷൻ സംഭവിക്കുമ്പോൾ നമുക്കറിയാം അതെന്താണ്, അത് കാർബോക്സിലിക് ആസിഡാണ്. ഓക്കെ, ആൽഡിഹൈഡിന് റിഡക്ഷൻ സംഭവിക്കുമ്പോൾ നമുക്കറിയാം അതെന്താണ്, ആൽക്കഹോളാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ കന്നിസാറോ റിയാക്ഷൻ്റെ ഒരു സ്കെൽറ്റൽ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത്. നമുക്കൊരു ഉദാഹരണത്തിൽ കൂടി നമുക്കിത് നോക്കാം. ഉദാഹരണത്തിന് നമ്മൾ ബെൻസ് ആൽഡിഹൈഡ് എടുത്തു. ഓക്കെ, ബെൻസ് ആൽഡിഹൈഡ് എടുത്തപ്പോൾ അതിനകത്ത് ആൽഫ പൊസിഷനിൽ എന്തില്ല, ആൽഫ പൊസിഷനിൽ ഹൈഡ്രജൻ ഇല്ല. നമ്മൾ 50% NaOH എടുക്കുന്നു. അപ്പം ഓക്സിഡൈസ്ഡ് പ്രൊഡക്റ്റ് നമുക്ക് ആദ്യം എഴുതാം. ഓക്സിഡൈസ്ഡ് പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ ഇത് ബെൻസാൾഡിഹൈഡിനെ ഓക്സിഡൈസ് ചെയ്യുമ്പോൾ നമുക്ക് ബെൻസോയിക് ആസിഡ് കിട്ടും. ഇപ്പോൾ ഒരു ബേസിക് മീഡിയം ആയതുകൊണ്ട് നമുക്ക് അതിൻ്റെ സോഡിയം സാൾട്ട് ആയിരിക്കും കിട്ടുക. അപ്പോൾ നമുക്കിവിടെ സോഡിയം ബെൻസോയേറ്റ്
കിട്ടുന്നു, O മൈനസ് Na+. ഇതെന്താണ്? ഓക്സിഡൈസ്ഡ് ഫോമാണ്. പ്ലസ് റെഡ്യൂസ്ഡ് ഫോം എന്ന് പറയുമ്പോൾ ബെൻസൈൽ ആൽക്കഹോളാണ് നമുക്കവിടെ കിട്ടുക. അപ്പം CH2OH. സോ ഈ ഒരു സോഡിയം സാൾട്ടിനെ നമ്മളിനി അസിഡിക് ഹൈഡ്രോളിസിസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഇത് കാർബോക്സിലിക് ആസിഡിലേക്ക് ചേഞ്ച് ആയിട്ട് നമുക്ക് ബെൻസോയിക് ആസിഡ് കിട്ടുന്നു. അപ്പോൾ നമ്മുടെ ബെൻസാൽഡിഹൈഡ് which does not have alpha hydrogen in presence of a concentrated base undergo disproportionation to become carboxylic acid as well as alcohol, right? So ഇതേപോലെ തന്നെ നമുക്ക് എന്തും എഴുതാം. നമുക്ക് ഫോമാൽഡിഹൈഡിൻ്റെ കേസും കൂടി എഴുതി നോക്കാം. അപ്പോൾ ഫോമാൽഡിഹൈഡിനെ ഞാൻ എടുക്കുകയാണ്, HCHOനെ എടുക്കുകയാണ്. അപ്പോൾ 50% KOH എടുക്കുകയാണ്. അപ്പോൾ നമുക്ക് HCO മൈനസ് K പ്ലസ് CH3OH. അപ്പോൾ ആദ്യം എഴുതിയിരിക്കുന്നത് ഓക്സിഡൈസ്ഡ് ഫോമും രണ്ടാമത് എഴുതിയിരിക്കുന്നത് റെഡ്യൂസ്ഡ് ഫോം, അതായത് ആൽക്കഹോളായിട്ട് മാറും. അപ്പോൾ ഇത് നമ്മൾ അസിഡിക് ഹൈഡ്രോളിസിസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്കിവിടെ HCOOH കിട്ടും. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഫോമിക് ആസിഡിലേക്ക് മാറും. ഇനി നമുക്ക് നോക്കാനുള്ളതിൻ്റെ മെക്കാനിസം എന്താണ്? കന്നിസാറോ റിയാക്ഷൻ്റെ മെക്കാനിസം നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് നമുക്ക് മെക്കാനിസത്തിലേക്ക് പോകാം. അപ്പം അതിൻ്റെ സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് ന്യൂക്ലിയോഫിലിക് അഡിഷനാണ്. സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ബെൻസാൽഡിഹൈഡിനെ തന്നെ എടുക്കുകയാണ്. അപ്പോൾ ബെൻസാൽഡിഹൈഡ് എടുക്കുന്നു. ഓക്കെ, സോ ബെൻസാൽഡിഹൈഡ് എടുക്കുന്നു. നമ്മളിവിടെ റിയേജൻ്റ് ആയിട്ട് എടുക്കുന്നത് NaOH ആണെന്ന് നമ്മൾ പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ NaOH ഡിസോസിയേറ്റ് ചെയ്തിട്ട് നമുക്ക് Na പ്ലസും OH മൈനസ് ആയിട്ട് വരും. അപ്പോൾ OH മൈനസ് എന്ന് പറയുമ്പോൾ ഒരു സ്ട്രോങ് ബേസാണ്, അതിനൊരു ന്യൂക്ലിയോഫൈലായിട്ട് ആക്ട് ചെയ്യാം. ഈ ഒരു കേസിൽ അത് ന്യൂക്ലിയോഫൈലായിട്ട് ആക്ട് ചെയ്യും, കാരണം ഇവിടെ അസിഡിക് ഹൈഡ്രജൻസ് ഒന്നുമില്ല. അപ്പം OH മൈനസ് ഇവിടെ വരുന്നു. ഓക്കെ, സോ OH മൈനസ് വന്നിട്ട് നമ്മുടെ കാർബണൈൽ കോമ്പൗണ്ടിൽ എന്തായും കാർബണൈൽ പൊസിഷനിൽ അത് ആഡ് ആവും. ഇങ്ങനെ അത് ആഡ് ആവും. അപ്പോൾ നമ്മുടെ ഈ പൈ ബോണ്ട് എന്തായിട്ട് മുകളിലേക്ക് പോയിട്ട് നിങ്ങൾ തന്നെ ഇത് എഴുതിയാൽ മതി, വളരെ സിമ്പിളാണ് ഇത് എഴുതാനായിട്ട്. അപ്പോൾ നമ്മുടെ ബെൻസീൻ അങ്ങനെ വരയ്ക്കുക. ഓക്കെ, കാർബണിന് മുകളിലേക്ക് O മൈനസ്, ബാക്കി അവിടെ ഒരു ഹൈഡ്രജൻ ഉണ്ട്, അവിടേക്ക് നമ്മുടെ ഒരു OH എന്തായി ആഡായി. ഓക്കെ, ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്, ന്യൂക്ലിയോഫിലിക് അഡിഷൻ. ഒരു ന്യൂക്ലിയോഫൈൽ എന്തായി ആഡായി. ന്യൂക്ലിയോഫൈൽ എന്ന് വെച്ചാൽ നെഗറ്റീവ് ചാർജ്ഡ് സ്പീഷീസ് ആണ്. ഓക്കെ, റൈറ്റ്. അത് ലോൺ പെയറുള്ള സ്പീഷീസും വരും, നെഗറ്റീവ് ചാർജ് നിർബന്ധമില്ല, ബട്ട് ഇൻ ജനറൽ ആണ് പറഞ്ഞത്. ഇനി അടുത്തതായിട്ട് സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത് ഹൈഡ്രൈഡ് ട്രാൻസ്ഫർ. ഹൈഡ്രൈഡ് എന്ന് വെച്ചാൽ എന്താണ്? H മൈനസ് ട്രാൻസ്ഫർ ആണ് നമ്മൾ നോക്കാം. ഇതാണ് ഇവിടുത്തെ റേറ്റ് ഡിറ്റർമിനിങ് സ്റ്റെപ്പ്. റേറ്റ് ഡിറ്റർമിനിങ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ എന്താണ്? അത് അവിടുത്തെ സ്ലോ സ്റ്റെപ്പാണെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നമുക്കിവിടെ സ്റ്റെപ്പ് 1ൽ നിന്നൊരു സംഭവം കിട്ടിയിട്ടുണ്ട് അല്ലേ, അത് നമുക്ക് അവിടെ ഒന്ന് എടുത്ത് എഴുതാം. അപ്പോൾ നമ്മളത് അവിടെ എടുത്ത് എഴുതുമ്പോൾ ഓക്കെ, നമ്മൾക്കിവിടെ CO മൈനസ് ഉണ്ട്, OH ഉണ്ട്, ഇവിടെ ഹൈഡ്രജൻ ഉണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ നമ്മളിപ്പോൾ ഒരു ബെൻസാൽഡിഹൈഡിനെ കൂടി എഴുതുന്നു. സോ അതാണ് അതിൻ്റെ ഒരു മെക്കാനിസം. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു O മൈനസിൻ്റെ നെഗറ്റീവ് ചാർജ് താഴേക്ക് വരുമ്പോൾ അപ്പോൾ നമ്മുടെ ഒരു ഹൈഡ്രജൻ എന്ത് ചെയ്യും? H മൈനസ് ആയിട്ട് പുറത്തേക്ക് വരും. അപ്പോൾ H മൈനസ് ആയിട്ട് അത് പുറത്തേക്ക് വന്നു, റൈറ്റ്. സോ ഈ H മൈനസ് ഒരു ന്യൂക്ലിയോഫൈലായിട്ട് ആക്ട് ചെയ്തിട്ട് നമ്മുടെ ഈ രണ്ടാമത്തെ ബെൻസാൽഡിഹൈഡിൻ്റെ കാർബണൈൽ പൊസിഷനിൽ അത് എന്ത് ചെയ്യും? റിയാക്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ അവിടെ കിട്ടുന്ന പ്രോഡക്റ്റ് നോക്കിക്കോളൂ. അപ്പോൾ നമുക്ക് അവിടെ കിട്ടുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത്, അപ്പോൾ ആദ്യത്തെ ഞാൻ എഴുതുകയാണ്. അപ്പോൾ ആദ്യത്തെ നമ്മൾ എഴുതുമ്പോൾ എന്താണ് അവിടെ ബാക്കി? C ഡബിൾ ബോണ്ട് O ഉണ്ട്, ഒരു OH ഉണ്ട് അല്ലേ. ഈ രണ്ടാമത്തതിന് എങ്ങനെ മാറ്റം വരും? അവിടെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് നമ്മളിപ്പോൾ എക്സ്ട്രാ ആയിട്ട് ആഡ് ചെയ്ത ഒരു ഹൈഡ്രജനും ആൾറെഡി ഒരു ഹൈഡ്രജൻ ഉണ്ടായിരുന്നു കാർബണിൽ, അത് രണ്ടും കൂടെ ചേർത്തിട്ട് CH2 എന്ന് എഴുതി. ഓക്സിജനിലേക്ക് നെഗറ്റീവ് ചാർജ് വന്ന് O മൈനസ് വന്നു. ഇത്തരം കാര്യങ്ങൾ റെഡിയാണല്ലോ. ഇതൊരു ആസിഡാണല്ലോ, ഇവിടെ ഫോം ചെയ്തൊരു ആസിഡാണ്. അപ്പോൾ ഈ ആസിഡ് എന്ത് ചെയ്യും? H പ്ലസിനെ റിലീസ് ചെയ്യും. ഓക്കെ, സോ H പ്ലസിനെ അത് റിലീസ് ചെയ്തു. ആ H പ്ലസിനെ ആരെടുക്കും? നമ്മുടെ ഈ O മൈനസ് അങ്ങ് എടുക്കും. എന്നിട്ട് നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് ഞാൻ ഒന്നുകൂടി എഴുതാം, ഇതിനെ സമ്മറൈസ് ചെയ്ത് എഴുതുകയാണ്. അപ്പോൾ ആദ്യം നമ്മുടെ ബെൻസോയിക് ആസിഡ് H പ്ലസിനെ വിട്ടുകൊടുത്തിട്ട് CO മൈനസ് ഇങ്ങനെ നിൽക്കുന്നു. നമ്മുടെ ബെൻസൈൽ ആൽക്കഹോളും ഫോം ചെയ്യുന്നു, കാരണം CH2
O- ആയിരുന്നു, അതിലേക്ക് H+ വരുമ്പോഴത്തേക്ക് അത് CH2OH ആയിട്ടും മാറും. നമ്മളിവിടെ എടുത്തത് NaOH ആണ്. അപ്പോൾ ഇവിടെ Na+ ബാക്കിയില്ലേ, അപ്പോൾ ആ Na+ വന്നിട്ട് ഈ O- അടുത്ത് വന്നിട്ട് നിൽക്കും. റൈറ്റ്. സോ അത് സോഡിയം സാൾട്ട് ഓഫ് ബെൻസോയിക് ആസിഡ് ആണ്. ഇതിനെ നമ്മൾ അസിഡിക് ഹൈഡ്രോളൈസിസ് ചെയ്യുമ്പോഴത്തേക്ക്, അതായത് അസിഡിക് മീഡിയത്തിൽ വാട്ടറുമായിട്ട് ചെയ്യുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും, ഈ H+ വന്നിട്ട് O- ആയിട്ട് ബോണ്ട് ഫോം ചെയ്യും. അപ്പോൾ നമുക്ക് ബെൻസോയിക് ആസിഡ് അവിടെ ഫോം ചെയ്യും. ഓക്കെ, സോ ഇതാണ് നമ്മുടെ കന്നിസാറോ റിയാക്ഷൻ്റെ റിയാക്ഷൻ മെക്കാനിസം. സോ വളരെ സിമ്പിളാണ്, ഞാൻ ഒന്നുകൂടി പറയാം. 2 സ്റ്റെപ്പാണുള്ളത്. ഒന്ന് ന്യൂക്ലിയോഫിലിക് അഡീഷൻ, അവിടെ OH- വന്നിട്ട് നമ്മുടെ കാർബണിൽ ആഡ് ചെയ്യുന്നു. രണ്ടാമത്തെ സ്റ്റെപ്പിൽ ഹൈഡ്രൈഡ് ട്രാൻസ്ഫർ ആണ്. ഒരു കോമ്പൗണ്ടിൽ നിന്ന് H- മറ്റൊരു കോമ്പൗണ്ടിലേക്ക് എന്താകുന്നു, ട്രാൻസ്ഫർ ആകുന്നു. ഓക്കെ, സോ അങ്ങനെ നമുക്ക് പ്രോഡക്റ്റിലേക്ക് എത്തുന്നു. മെക്കാനിസം ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് ഇതുവരെ നമ്മൾ കണ്ടതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോമ്പൗണ്ട് എടുത്തുള്ളൂ. ഇപ്പോൾ ബെൻസാൾഡിഹൈഡ് എടുത്തപ്പോൾ ബെൻസാൾഡിഹൈഡ് മാത്രമേ എടുത്തുള്ളൂ, അല്ലെങ്കിൽ ഇപ്പോൾ ബെൻസാൾഡിഹൈഡ് മാത്രം എടുത്തു, അതിന് ഓക്സിഡേഷൻ സംഭവിച്ചു, റിഡക്ഷൻ സംഭവിച്ചു. അതായത് നമ്മൾ ഫോമാൾഡിഹൈഡ് എടുത്തത് ഫോമാൾഡിഹൈഡിന് ഓക്സിഡേഷൻ സംഭവിച്ചു, റിഡക്ഷൻ സംഭവിച്ചു. ഇനി നമുക്ക് മിക്സ്ചർ ഓഫ് ആൾഡിഹൈഡ് ആണ് നമ്മൾ കന്നിസാറോ റിയാക്ഷൻ ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ആൻസേഴ്സ് എങ്ങനെ എഴുതണം എന്നുള്ളതാണ് നമ്മൾ ഇനി നോക്കാനായിട്ട് പോകുന്നത്. സോ അതിനകത്ത് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ആ മിക്സ്ചർ ഓഫ് ആൾഡിഹൈഡ് എടുക്കുമ്പോൾ അതിൽ ഒരെണ്ണം നമ്മുടെ ഫോമാൾഡിഹൈഡ് ആണ്. അതാണ് നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഒരെണ്ണം ഫോമാൾഡിഹൈഡ് ആണ്, മറ്റേത് ഏത് ആൾഡിഹൈഡും ആയേക്കാം, കുഴപ്പമില്ല. പക്ഷേ അതിൻ്റെ കണ്ടീഷൻ ആ ആൾഡിഹൈഡിന് എന്ത് പാടില്ല, ആൽഫ ഹൈഡ്രജൻസ് ഒന്നും പാടില്ല. അപ്പോൾ ഇങ്ങനെയുള്ളൊരു കേസാണ് നമുക്ക് തരുന്നതെങ്കിൽ 50% KOH. ഇപ്പം ഇങ്ങനത്തെ ഉള്ള ഒരു കന്നിസാറോ ഇങ്ങനെ ഒരു റിയാക്ഷൻ നമുക്ക് തരുമ്പോഴത്തേക്ക് നമുക്ക് നോക്കാം. അപ്പോൾ 2 ആൾഡിഹൈഡിനകത്ത് എന്തില്ല, ആൽഫ ഹൈഡ്രജൻ ഇല്ല. ഇപ്പോൾ 2 ആൾഡിഹൈഡും ആൽഫ ഹൈഡ്രജൻ ഇല്ലാത്തതുകൊണ്ട് രണ്ടിനും കന്നിസാറോ റിയാക്ഷൻ നടക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, പക്ഷേ ഈ നമ്മൾ എടുത്തിരിക്കുന്ന ഒരു ആൾഡിഹൈഡ് ഫോമാൾഡിഹൈഡ് ആണ് എന്നുണ്ടെങ്കിൽ, ഫോമാൾഡിഹൈഡിനെ കുറിച്ച് നമ്മൾ പറയുമ്പോഴത്തേക്ക് അതെന്താണ്, ഒരു ഗുഡ് റെഡ്യൂസിങ് ഏജൻ്റ് ആണ്. ഓക്കെ, ഫോമാൾഡിഹൈഡ് ഒരു ഗുഡ് റെഡ്യൂസിങ് ഏജൻ്റ് ആണ്. അത് മാത്രമല്ല, ആ ഒരു പ്രത്യേകത ഉള്ളത് കൊണ്ട് ഈ ഫോമാൾഡിഹൈഡ് എന്താക്കി മാറും, പെട്ടെന്ന് തന്നെ അത് ഓക്സിഡൈസ്ഡ് ഫോമിലേക്ക് മാറും. ഫോമാൾഡിഹൈഡ് എങ്ങോട്ടേക്ക് മാറും, ഓക്സിഡൈസ്ഡ് ഫോമിലേക്ക് മാറും. എന്നിട്ട് അത് ഈ കൂടെയുള്ള ആൾഡിഹൈഡിനെ റെഡ്യൂസ്ഡ് ഫോമിലേക്ക് മാറ്റും. അപ്പം നമ്മൾ മിക്സ്ചർ ഓഫ് ആൾഡിഹൈഡ് എടുക്കുമ്പോൾ അതിനകത്ത് ഒരാൾഡിഹൈഡ് ഫോമാൾഡിഹൈഡ് ആണ് എന്നുണ്ടെങ്കിൽ ഫോമാൾഡിഹൈഡിനെ എപ്പോഴും ഓക്സിഡൈസ്ഡ് ഫോമിലേക്ക് മാറ്റും. അപ്പോൾ നമ്മൾ ഓക്സിഡൈസ്ഡ് ഫോമിലേക്ക് മാറ്റുമ്പോഴത്തേക്ക് ഇവിടെ പ്രോഡക്റ്റ് എന്തായിരിക്കും വരിക, HCO-K+. കാരണം ഇത് ഫോമാൾഡിഹൈഡിനെ നമ്മൾ ഓക്സിഡൈസ് ചെയ്യുമ്പോൾ ഫോമിക് ആസിഡാണ് വരിക. അപ്പോൾ അതിൻ്റെ സാൾട്ട് അവിടെ എഴുതണം. അപ്പം അതെന്ത് ചെയ്യും, ഈ ഫോമാൾഡിഹൈഡ് അടുത്തുള്ള ആൾഡിഹൈഡിനെ റെഡ്യൂസ് ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞു. അപ്പം ഇതിനെ റെഡ്യൂസ് ചെയ്യുമ്പോൾ ബെൻസാൾഡിഹൈഡിനെ റെഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ബെൻസൈൽ ആൽക്കഹോളും കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ടുള്ളൊരു സംഭവമാണ് ഞാൻ പറഞ്ഞത്. അപ്പം നമ്മൾ മിക്സ്ചർ ഓഫ് ആൾഡിഹൈഡ്, ഇപ്പം ഫോമാൾഡിഹൈഡിന് പകരം വേറെ ഏതെങ്കിലും ഒരു ആൾഡിഹൈഡ് ആണ് എന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ആ ആൾഡിഹൈഡും ഓക്സിഡേഷൻ സംഭവിക്കാം, റിഡക്ഷൻ സംഭവിക്കാം. അപ്പോൾ നമുക്ക് 2 പ്രോഡക്റ്റ് കിട്ടിയില്ലേ. അതുകൂടാതെ തന്നെ നമ്മുടെ ബെൻസാൾഡിഹൈഡും അതിനും കന്നിസാറോ റിയാക്ഷൻ സംഭവിച്ചിട്ട് അതിനും ഓക്സിഡൈസ്ഡ് പ്രോഡക്റ്റും റെഡ്യൂസ്ഡ് പ്രോഡക്റ്റും ഉണ്ടാക്കില്ല. അപ്പോൾ അവിടെയും 2 പ്രോഡക്റ്റ് ആയില്ലേ. അപ്പോൾ മൊത്തം 4 പ്രോഡക്റ്റ് വരത്തില്ലേ. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു മിക്സ്ചർ ഓഫ് ഒരുപാട് പ്രോഡക്റ്റ് ഫോം ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് അതുകൊണ്ട് വലിയ ഉപകാരമില്ല, അത് നമുക്ക് ഇറിലവൻ്റ് ആയിട്ടുള്ള റിയാക്ഷനാണ്. പക്ഷേ നമ്മൾ മിക്സ്ചർ ഓഫ് ആൾഡിഹൈഡ് എടുക്കുമ്പോൾ അതിനകത്ത് ഒരെണ്ണം ഫോമാൾഡിഹൈഡ് ആണെങ്കിൽ ആ റിയാക്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ആ ഫോമാൾഡിഹൈഡ് എപ്പോഴും അതിൻ്റെ ഓക്സിഡൈസ്ഡ് ഫോമിലേക്ക് മാറിയിട്ട് തൊട്ടടുത്തുള്ള ആൾഡിഹൈഡിനെ റെഡ്യൂസ്ഡ് ഫോമിലേക്ക് മാറ്റിയിട്ട് നമുക്ക് ഈ 2 പ്രോഡക്റ്റ് മേജറായിട്ട് കിട്ടുകയും നമുക്കത് സെപ്പറേറ്റ് ചെയ്യാനൊക്കെ എളുപ്പമായിട്ട് വരികയും ചെയ്യും. ഓക്കെ, സോ ഇത്രയാണ് നമ്മുടെ കന്നിസാറോ റിയാക്ഷൻസിനെ കുറിച്ചിട്ട് ബേസിക് ആയിട്ട് കുറച്ച് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ച കാര്യങ്ങൾ നമുക്കൊന്ന് റിവൈസ് ചെയ്യാം. അപ്പോൾ പോകരുത്, ഞാൻ ലാസ്റ്റിലൊരു ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ തരുന്നുണ്ട്. ആ ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്യണം. അതിൻ്റെ ആൻസർ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടണം. അപ്പോൾ ശരിയായിട്ടുള്ള ഉത്തരത്തിന് ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. ഓക്കെ, സോ എനിവേ നമ്മളിന്ന് പഠിച്ച കാര്യങ്ങൾ നമുക്കൊന്ന് റിവൈസ് ചെയ്യാം. നമ്മളിന്ന് പഠിച്ചത് കന്നിസാറോ റിയാക്ഷനെ കുറിച്ചിട്ടാണ്. കന്നിസാറോ റിയാക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കാണിക്കുന്നത് ആൾഡിഹൈഡ്സ് വെച്ച് ഡു നോട്ട് ഹാവ് ആൽഫ ഹൈഡ്രജൻ ആണ്. അപ്പോൾ എന്താണ് ആൽഫ ഹൈഡ്രജൻ എന്നൊക്കെ ഞാൻ പറഞ്ഞു. സോ ദേ അണ്ടർഗോ ഡിസ്പ്രപ്പോർഷനേഷൻ ടു ബിക്കം എ കാർബോക്സിലിക് ആസിഡ് ആൻഡ് ആൽക്കഹോൾ. സോ റിയാക്ഷൻസ് എക്സാമ്പിൾസ് വെച്ചിട്ട് ബെൻസാൾഡിഹൈഡിൻ്റെ എക്സാമ്പിൾ വെച്ചിട്ട് നമ്മൾ കണ്ടു, ഫോമാൾഡിഹൈഡിൻ്റെ എക്സാമ്പിൾ വെച്ചിട്ട് നമ്മൾ അത് കണ്ടു. ഓക്കെ, സോ അത് കഴിഞ്ഞിട്ട് നമ്മളതിൻ്റെ മെക്കാനിസം കണ്ടു. സ്റ്റെപ്പ് 1 എന്ന് വെച്ചാൽ ദാറ്റ് ഈസ് ന്യൂക്ലിയോഫിലിക് അഡിഷൻ ആണ്. ന്യൂക്ലിയോഫിലിക് അഡിഷൻ ആണ്
ആദ്യം ന്യൂക്ലിയോഫൈൽ ആഡ് ആകുന്നു. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഹൈഡ്രൈഡ് ട്രാൻസ്ഫർ ആണ്. H- ഗെറ്റ്സ് ട്രാൻസ്ഫേർഡ് ഫ്രം വൺ കോമ്പൗണ്ട് ടു ദ അതർ കോമ്പൗണ്ട്. അങ്ങനെ നമുക്ക് പ്രോഡക്റ്റിലേക്ക് എത്താനായിട്ട് പറ്റും. അത് കഴിഞ്ഞിട്ട് നമ്മൾ മിക്സ്ചർ ഓഫ് ആൾഡിഹൈഡ് ആണ് വരുന്നത് എന്നുണ്ടെങ്കിൽ അതിനകത്ത് ഒരു ആൾഡിഹൈഡ് ഫോമാൾഡിഹൈഡ് ആണെങ്കിൽ ഫോമാൾഡിഹൈഡ് ഓൾവേസ് ഗെറ്റ്സ് ഓക്സിഡൈസ്ഡ് ആൻഡ് ദ അതർ ആൾഡിഹൈഡ് ഗെറ്റ്സ് റെഡ്യൂസ്ഡ്. സോ ഇത്രയാണ് നമ്മുടെ കന്നിസാറോ റിയാക്ഷൻ. ഇപ്പോൾ അടുത്ത് വരുന്ന ഒരു ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ ആണ്. സോ അത് ചെയ്യുക, അതിന് ആൻസേഴ്സ് കമൻറ്റ് ചെയ്യുക. ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. കൂടുതൽ പേരിലേക്ക് ഈ ചാനൽ എത്തിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ഡു ദ ക്വസ്റ്റ്യൻ. ടേക്ക് കെയർ. ബൈ.